ദൈവനാമത്തിന് മാത്രം ഉണ്ടാവട്ടെ. നമുക്കൊരു പ്രാവശ്യം കൂടി എന്ന ഈ പ്ലാറ്റ്ഫോമിലേക്ക് കടന്നു വരണം. സ്വർഗത്തിലെ ദൈവം നമ്മളെ സഹായിച്ചതിനായിട്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. നമ്മൾ ദൈവജനത്തിൽ വായിക്കുന്നുണ്ട്, ഇതാ സഹോദരന്മാർ ഒരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരമാകുന്നു. സഹോദരിമാരായ നമുക്ക് ഇങ്ങനെ ഒരുമിച്ച് പ്രാർത്ഥനയ്ക്കായിട്ട് കൂടി വരുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മളെ സഹായിച്ച കൃപയ്ക്കായിട്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. ഇന്നത്തെ മീറ്റിംഗിലേക്ക് കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവനാമത്തിൽ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇനി പ്രാർത്ഥിച്ച് ആരംഭിക്കാം. പ്രാർത്ഥനയ്ക്കായിട്ട് സിസ്റ്റർ ലതാ സുരേഷിനെ ക്ഷണിക്കാം. സ്തോത്രം സ്തോത്രം. നിത്യനും പരിശുദ്ധനും സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ സ്വർഗീയ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെപ്പ. ഞങ്ങളുടെ നാമം ഇന്നും എന്നേക്കും സ്തുതിക്കപ്പെടുമാറാകട്ടെപ്പ. അത്യുന്നതനായ ദൈവത്തിന്റെ പൊന്നുപാത്രി നല്ല സമയത്ത് സമർപ്പിക്കാൻ കർത്താവെ, ഞങ്ങൾക്ക് ഇന്ന് ഒരുമിച്ച് കൂടി വരുവാൻ കർത്താവിന്റെ സന്നിധിയിൽ കർത്താവെ ആയിരിക്കാൻ തന്ന കൃപയ്ക്കാട് സ്തോത്രം. ഈ കൂട്ടായ്മയിൽ കർത്താവെ ആദാടിയങ്ങളും കൂട്ടിച്ചേർത്തതിനായിട്ട് സ്തോത്രം ചെയ്യുന്നപ്പ. കർത്താവിന്റെ പൊന്നുപാത്തിൽ സമർപ്പിക്കുന്നു. ഇപ്പൊ ഇന്നത്തെ പരിപാടി അവിടുന്ന് ഒരുക്കിയിട്ടാണപ്പ എല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനായിട്ട് സ്തോത്രം ചെയ്യുന്നപ്പ. കർത്താവെ അവിടുന്ന് സ്വർഗത്തിന്റെ സകലത്തിന്റെ ഉടയവനായ ദൈവം ഈ ഭൂമിയിൽ വന്നപ്പ പാവികളായ ദോഷികളായ വെളിമ്പറമ്പിൽ എറിയപ്പെട്ട കല്ലായി കടന്ന അടിയങ്ങൾക്ക് വേണ്ടിയപ്പ ക്രൂശിൽ മരിച്ചടക്കപ്പെട്ട് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന കർത്താവും രാജാതി രാജാവുമായ എന്റെ തമ്പുരാന്റെ പൊന്നുഭാഗത്തിൽ വേണ്ടി നമിക്കട്ടെ കൊച്ച. അപ്പ ഇന്ന് അപ്പാ പിതാവേന്ന് വിളിച്ചുകൊണ്ട് പുത്ര സ്വീകാര്യത്തോട് ഏത് സമയം ഞങ്ങൾക്ക് കൃപാസനത്തിന് അടുത്ത് വരുവാൻ തന്ന കൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നപ്പ. സ്തുതിക്കുന്നു. എല്ലാം അവിടുത്തെ മഹത്വത്തിനായിട്ട് മാത്രം തീരണേപ്പ. ഞങ്ങൾ ചെയ്യുന്ന ചെറുതും വലുതുമായ എല്ലാ കാര്യവും അവിടുത്തെ മഹത്വമായിട്ട് തീർത്തിരിക്കുക. സ്തോത്രം സ്തുതി സ്തോത്രം ബഹുമാനം എല്ലാം കുറിച്ച് സ്വീകരിപ്പാൻ യോഗ്യനായ തമ്പുരാന്റെ പൊന്നുപാദത്തിൽ സമർപ്പിക്കാൻ കർത്താവെ. ഇന്ന് ഈ പ്രോഗ്രാമിൽ കർത്താവെ പാട്ട് പാടുവാനായിട്ട് കർത്താവെ സാധമ സൗകര്യക്കായിട്ട് സ്തോത്രം ചെയ്യുന്നപ്പ. നല്ല രീതിയിൽ പാട്ട് പാടുവാൻ പ്രത്യേക പാട്ട് ഞങ്ങൾക്ക് കേട്ട് ഞങ്ങളുടെ ഹൃദയത്തില് ആസ്വദിച്ചുകൊണ്ടിരിക്കുക കർത്താവെ. ദൈവത്തെ മഹത്വപ്പെടുത്താൻ കൃപ നൽകി തന്നെപ്പ. അതിനായിട്ട് സ്തോത്രം ചെയ്യുന്ന കർത്താവെ. പ്രത്യേകം ഇന്ന് മെസ്സേജ് തന്നെ മേഴ്സി സൗകര്യക്കാട് സ്തോത്രംപ്പ. പ്രാർത്ഥനയെ കുറിച്ചപ്പ ഞങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പ ഞാൻ പ്രാർത്ഥന ദൈവസന്നിധിയിൽ സൗരഭ്യവാസനായി എത്തുന്ന പോലെ ഞങ്ങളുടെ ജീവിതത്തിൽ കേൾക്കുന്ന കാര്യങ്ങളപ്പ അത് ക്രമീകരിച്ച് ഓരോ ദിവസവും കർത്താവ് ജീവിക്കുവാൻ ഞങ്ങൾ ഇനി സഹായിക്കണപ്പ. എല്ലാ പ്രിയപ്പെട്ടവരും അതിനുവേണ്ടി ഇനി സഹായിക്കാൻ അനുഗ്രഹിക്കണപ്പ പ്രാർത്ഥിക്കുന്നു. പത്രത്തോളം സമർപ്പിക്കുന്നു. പ്രത്യേകം ഇന്ന് ക്ലോസിംഗ് പ്രയർ ചെയ്യുന്ന കർത്താവെ സഹോദരി ഫാത്തിമ സഹോദരി എത്രയും പെട്ടെന്ന് വന്ന് കർത്താവെ ജോയിൻ ചെയ്യുവാൻ ഈ കൃപ കൊടുക്കണേ. അതിനായിട്ട് സ്തോത്രം ചെയ്യുന്ന കർത്താവെ. ഞങ്ങൾ പ്രാർത്ഥനകൾ ഒത്തിരി കാര്യങ്ങൾ പ്രാർത്ഥിക്കാനായിട്ട് നമുക്ക് ഏൽപ്പിച്ച കാര്യങ്ങള് ആത്മനിറവോട് പ്രാർത്ഥിക്കാൻ കൃപ തരണേപ്പ. അതിനായിട്ട് സ്തോത്രം ചെയ്യുന്നപ്പ. ഞങ്ങളെ പൊടിയോളം താഴ്ത്തി സമർപ്പിക്കുന്നു. പ്രാർത്ഥന യാചന എല്ലാം കർത്താവെ സരസ്വതി മോൾക്ക് കർത്താവ് ലീഡ് ചെയ്യുവാൻ കൊടുത്ത കൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നപ്പ. വേണ്ടുന്ന കൃപയോടുകൂടി അവൾക്ക് ചെയ്യണപ്പ. ഞങ്ങൾ കൃപ കൊടുക്കണപ്പ പ്രാർത്ഥിക്കുന്നു. സ്തോത്രത്തോടെ ഈ വിഷയങ്ങൾ സമർപ്പിക്കുന്നു. ദൈവം ചെയ്ത എല്ലാ നന്മയ്ക്കും ഉപകാരക്കാട് സ്തോത്രം ചെയ്യുന്നപ്പ. എല്ലായിടത്തെ മഹത്വത്തിനായിട്ട് തീർത്തിരിക്കുക സ്തോത്രം. പ്രാർത്ഥന യാചന ശ്രദ്ധ വെച്ച് കേട്ടിരിക്കുക സ്തോത്രം. അത്ര നൽകിയിരിക്കുക സ്തോത്രം. സകലവും ഞങ്ങൾക്ക് ആ ജീവൻ വെച്ച് വീണ്ടും വരുന്ന യേശുക്രിസ്തുവിന്റെ ധന്യമായ നാമത്തിൽ ഏറ്റവും താഴ്മയും വിനയമായ അപേക്ഷയും കൃപയോട് കേൾക്കണേ സ്വർഗീയ നല്ല പിതാവേ. ദൈവത്തിന്റെ വചനത്തിന്റെ മുൻപാകെ അയക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഇന്ന് വചനം പറയുന്നത് ആണ്. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ സമയത്ത് ഇങ്ങനെ ഒരു വേദിയിലെ അടിയന് ലഭിച്ചതായ സന്ദർഭത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇതിന്റെ ചുമതല വഹിക്കുന്ന സഹോദരിമാർക്കായിട്ട് എൻ്റെ ഹൃദയത്തിലെ ഈ വിഷയം സംബന്ധിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ലഭിച്ചതായ ചില ആലോചനകൾ പങ്കുവയ്ക്കാമെന്ന് വിചാരിക്കുകയാണ്. ദൈവനാമത്തിന്റെ മഹത്വത്തിനായിട്ട് ദൈവജനം ഹൃദയത്തിൽ തീരുമാനിക്കുന്നതും വായ കൊണ്ട് ഉച്ചരിക്കുന്നതും ദൈവം പ്രാർത്ഥനയായി അംഗീകരിക്കുന്നു. അതിന് നമുക്ക് അനേക ഉദാഹരണങ്ങള് വചനത്തിൽ കാണുവാനായിട്ട് കഴിയും. ഒന്നാമത് നാം രക്ഷിക്കപ്പെട്ടത്
ദൈവവചനം കേൾക്കുകയും പരിശുദ്ധാത്മാവ് നമ്മിലെ പാപബോധം വരുത്തുകയും ചെയ്തപ്പോൾ നാം ഏറ്റുപറഞ്ഞ് സ്വീകരിക്കുന്നതിന് മുൻപ് ഹൃദയത്തിൽ നിശ്ചയിച്ചു. റോമാലേഖനം 10:9-10 വാക്യങ്ങളിൽ നാം അങ്ങനെയാണ് വായിക്കുന്നത്. ആദ്യം ഹൃദയത്തിൽ വിശ്വസിക്കുന്നു, പിന്നെ വായ കൊണ്ട് ഏറ്റുപറയുന്നു. പ്രാർത്ഥനയും മറുപടി ലഭിക്കത്തക്കവണ്ണം നമുക്ക് ദൈവസന്നിധിയിലേക്ക് അടുത്ത് ചെല്ലുമ്പോൾ നമ്മുടെ ഹൃദയത്തെ ഭാരപ്പെടുത്തുന്ന പ്രാർത്ഥനാ വിഷയത്തെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ തന്നെ നമ്മൾ പറയുന്നത് ആരോടാണെന്നുള്ളൊരു ബോധ്യം നമ്മളെ ഭരിക്കുമ്പോൾ ആ വചനം അനുസരിച്ച് നാം നമ്മുടെ വിഷയം നമ്മളെ കർത്താവ് കേൾക്കുകയും അതിന് മറുപടി തരികയും ചെയ്യും എന്ന് വിശ്വസിക്കുന്നു. വിശ്വസിച്ചിട്ടാണ് നാം വിഷയങ്ങൾ കർത്താവിന്റെ സന്നിധിയിൽ പറയുന്നത്. നാം ദൈവസന്നിധിയിൽ പറയുന്ന വിഷയം വിശ്വാസത്തോടുകൂടെ പറയുമ്പോൾ അത് ഫലിക്കുന്നു എന്നുള്ളതാണ് സത്യം. അതാണ് പ്രാർത്ഥന. നാം പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമുക്ക് മറുപടി തരുന്നു. ഈ വിഷയത്തോടുള്ള ബന്ധത്തില് ചിന്തിച്ചപ്പോൾ നമ്മുടെ പ്രാർത്ഥന എങ്ങനെയായിരിക്കണം? 1 പത്രോസ് 4-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം നമുക്കതിന് ചിന്തയ്ക്കായിട്ട് വായിക്കാവുന്നതാണ്. 1 പത്രോസ് 4:7. എന്നാൽ എല്ലാറ്റിൻ്റെയും അവസാനം സമീപിച്ചിരിക്കുന്നു. ആകയാൽ പ്രാർത്ഥനയ്ക്ക് സുബോധമുള്ളവരും നിർമ്മതരുമായിരിക്കും. പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് പ്രാർത്ഥനയ്ക്ക് സുബോധമുള്ളവരായിരിക്കുക എന്നുള്ളത്, നിർമ്മതരായിരിക്കുക. നാം പ്രാർത്ഥിക്കുന്ന വിഷയത്തെക്കുറിച്ച് നമുക്ക് എത്രത്തോളം ഭാരമുണ്ടോ, എത്രമാത്രം നാം അതിനെ ഗൗരവമുള്ള വിഷയമായിട്ട് എടുക്കുന്നുവോ അതനുസരിച്ച് മാത്രമേ ആ പ്രാർത്ഥന ദൈവസന്നിധിയിൽ അംഗീകരിക്കപ്പെടുന്നുള്ളൂ. അതിനിവിടെ കാരണം പറയുന്നത് എല്ലാറ്റിൻ്റെയും അവസാനം സമീപിച്ചിരിക്കുന്നു. ആകയാൽ പ്രാർത്ഥനയ്ക്ക് സുബോധമുള്ളവരും നിർമ്മതരും ആയിരിക്കും. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. നമ്മുടെ പ്രാർത്ഥനയിലെ നാം പറയുന്നതായ അല്ലെങ്കിൽ ദൈവസന്നിധിയിൽ വയ്ക്കുന്ന വിഷയങ്ങളോടുള്ള ബന്ധത്തിൽ എന്തുമാത്രം ആവശ്യഭാരം ഉള്ളവരാണോ അതനുസരിച്ച് ഒരുപാട് പ്രാവശ്യം പറയേണ്ട ആവശ്യമില്ല. ഒറ്റ പ്രാവശ്യം നമ്മൾ ഹൃദയത്തിൽ വിചാരിക്കുമ്പോൾ തന്നെ നമ്മുടെ ആവശ്യം നമ്മളെ കർത്താവ് അറിയുന്നു, അവൻ അറിയുന്നു. അതുകൊണ്ട് നാം ആവർത്തിച്ച് പ്രാർത്ഥിക്കുക എന്നുള്ളത് ജാതികള് ജൽപ്പനം ചെയ്യുന്നത് പോലെ ആകാതിരിക്കാൻ നാം വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ജാതികളുടെ ജൽപ്പനത്തെ കുറിച്ച് പറയുമ്പോൾ അവർക്ക് ഒരു കൊന്തയുണ്ട്. ആ കൊന്തയിലെ അവർ പല പ്രാർത്ഥനകൾ പല പ്രാവശ്യമായി ആവർത്തിച്ചു കൊണ്ട് ഇരിക്കുന്നു. അതിന് ഉത്തരം കിട്ടും എന്നുള്ള വിചാരം അവർക്കില്ല. മനപ്പാഠം പഠിച്ചത് ഇങ്ങനെ ചൊല്ലുന്നു എന്നേ ഉള്ളൂ. എന്നാൽ നമ്മുടെ പ്രാർത്ഥന അങ്ങനെ ആകരുത്, ജൽപ്പനമാകരുത് എന്ന് കർത്താവ് പ്രത്യേകമായിട്ട് നമ്മെ ഉപദേശിക്കുന്നുണ്ട്. അപ്പോൾ പ്രാർത്ഥനയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം നാം പ്രാർത്ഥിക്കുന്ന വിഷയം സംബന്ധിച്ച് നമുക്കുള്ള ആവശ്യബോധം, ഭാരം. നാം എങ്ങനെയാണ് ആ വിഷയത്തെ, എത്രത്തോളം ഗൗരവമായിട്ടാണ് നാം ആ വിഷയത്തെ എടുക്കുന്നത്, അതനുസരിച്ച് ദൈവം അതിൻ്റെ മേൽ പ്രവർത്തിക്കുന്നു. നമ്മെക്കുറിച്ച് കർത്താവ് ആഗ്രഹിക്കുന്നത് നാം പ്രാർത്ഥനാ വീരന്മാർ ആയിരിക്കുക എന്നുള്ളതാണ്. പ്രാർത്ഥനാ വീരന്മാരായിരിക്കുവാൻ പ്രാർത്ഥനയിൽ അനുവർത്തിക്കേണ്ട ചില വിഷയങ്ങള് ഓർമ്മപ്പെടുത്താമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഒരു ദൈവ പൈതലിന്റെ ശക്തമായ ആയുധമാണ് പ്രാർത്ഥന. അതിൽ ഒന്നാമത്തെ സംഗതിയാണ് ആവശ്യ ഭാരം, അല്ലെങ്കിൽ പ്രാർത്ഥന വിഷയം സംബന്ധിച്ചുള്ളതായ ഗൗരവം എന്തുമാത്രം നാം
കൊടുക്കുന്നുണ്ട്, എന്തുമാത്രം ഗൗരവമുള്ള വിഷയമാണ് നാം അവതരിപ്പിക്കുന്നത് എന്നുള്ളത്. രണ്ടാമത് നമ്മുടെ വിശ്വാസം. ഈ ഗൗരവമുള്ള വിഷയം ദൈവസന്നിധിയിൽ വെക്കുമ്പോഴാണ് ആ വിഷയത്തോടുള്ള ബന്ധത്തിൽ നമ്മുടെ വിശ്വാസം വളരെ പ്രധാനപ്പെട്ടതാണ്. രണ്ടാമത് വിശുദ്ധിക്കുള്ള വാഞ്ചയോടെ പ്രാർത്ഥിക്കുക എന്നുള്ളത് പ്രാർത്ഥനയിൽ വീരന്മാർ ആഗ്രതയോടെയുള്ള പ്രാർത്ഥന പ്രാർത്ഥനയിൽ ആഗ്രത. എന്നാൽ ഈ പ്രാർത്ഥനാ ജീവിതത്തിൽ പല ശത്രുക്കൾ നമുക്കുണ്ട്. ഈ ശത്രുക്കളെ കുറിച്ച് നാം ബോധവാന്മാരായിരിക്കേണ്ടതാണ്. ദൈവമക്കളുടെ പ്രാർത്ഥനയാകുന്ന ചിറകുകൾ അറുത്ത് കളയുന്ന 6 ഭീകരങ്ങളായ ആയുധങ്ങൾ ദുഷ്ടന്റെ കയ്യിലുണ്ട്. നാം അതിനെക്കുറിച്ച് ബോധവാന്മാരാകുന്നത് വളരെ നന്നായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഒന്ന് അസ്ഥിരതയാണ്. പ്രാർത്ഥനയിൽ അസ്ഥിരത. നാം പ്രാർത്ഥിക്കാൻ ഇരിക്കുമ്പോൾ ക്ഷീണിപ്പിക്കുക, മടുപ്പുണ്ടാക്കുക, പ്രാർത്ഥനയിൽ സ്ഥിരമായി മുന്നോട്ട് പോകാൻ കഴിയാതെ വണ്ണം നമ്മെ അശക്തരാക്കുക. ഇത് പിശാച് കൊണ്ടുവരുന്ന ഏറ്റവും വലിയ ഒരു തന്ത്രമാണ്. എന്നാൽ ഈ ചിന്തയിന്മേൽ വചനം കൊണ്ട് ജയം നേടേണ്ടതുണ്ട്. പ്രാർത്ഥനയ്ക്കായിട്ട് നാം സമയം വിട്ടുകൊടുക്കുമ്പോൾ നമ്മെ തന്നെ അതിനായിട്ട് സമർപ്പിക്കേണ്ടത് ആവശ്യമാണ്. യെശയ്യാവ് 40-ാം അധ്യായത്തിന്റെ 29 മുതൽ 31 വരെയുള്ള വാക്യങ്ങളിൽ നമുക്കറിയാവുന്ന വാക്യമാണ്. യഹോവയ്ക്കായി കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും, അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരുകയും. അതെ, കർത്താവ് അവരെ കുറിച്ച് പറയുമ്പോൾ അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും. തളർന്നു പോകാതെ, ആത്മീയമായ ജീവിതത്തിൽ തളർന്നു പോകാതെ മുന്നോട്ട് പോകുവാൻ, ക്ഷീണിച്ചു പോകാതെ നടക്കുവാൻ നമുക്ക് ദൈവസന്നിധിയിലെ സ്ഥിരതയോടുകൂടി ലേഖനത്തിന്റെ 10-ാം അധ്യായത്തില് 34 മുതൽ 36 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് നോക്കാം. എബ്രായ ലേഖനം 10-ാം അധ്യായം 34 മുതൽ 36 വരെയുള്ള വാക്യം. വായിക്കണോ ആന്റി? വായിച്ചോളൂ. തടവുകാരോട് നിങ്ങൾ സഹതാപം കാണിച്ചതല്ലാതെ സ്വർഗത്തിൽ നിലനിൽക്കുന്ന ഉത്തമ സമ്പത്ത് നിങ്ങൾക്കുണ്ട് എന്നറിഞ്ഞ് സമ്പത്തുക്കളുടെ അപഹാരവും സന്തോഷത്തോടെ സഹിച്ചുവല്ലോ. അതുകൊണ്ട് മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം തള്ളിക്കളയരുത്. ദൈവേഷം ചെയ്ത് വാഗ്ദത്തം പ്രാപിപ്പാൻ സഹിഷ്ണുത നിങ്ങൾക്ക് ആവശ്യം. ഇനി എത്രയും കാലം അതെ, ഇവിടെ പ്രത്യേകമായിട്ട് നമ്മൾ ശ്രദ്ധിക്കാൻ ഉദ്ദേശിക്കുന്നത് അവിടെ സഹിഷ്ണുത. വാഗ്ദത്തം പ്രാപിക്കണമെങ്കിൽ സഹിഷ്ണുത ആവശ്യമാണ്. നിലനിൽക്കണം. അല്ലെങ്കിൽ സഹനത്തോടുകൂടി എതിർപ്പുകളെ വകവയ്ക്കാതെ പിശാചിന്റെ മേൽ ജയം കൊണ്ട് മുന്നോട്ട് പോയാൽ മാത്രമേ വാഗ്ദത്തം നമുക്കുണ്ട്. മുട്ടുവീൺ തുറക്കപ്പെടും, അന്വേഷിപ്പിൻ കണ്ടെത്തും, യാചിപ്പിൻ ലഭിക്കും. ഇതൊക്കെ വാഗ്ദത്തങ്ങളാണ്. അത് കിട്ടണമെങ്കിൽ സ്ഥിരത നമുക്ക് ആവശ്യമാണ്. രണ്ടാമതായിട്ട് പ്രാർത്ഥനയുടെ ശത്രുവായിട്ട് വരുന്നത് ചിന്തയെ പതറിപ്പിക്കുക. നാം പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ നമ്മൾ ഏതെല്ലാം വിഷയം വെച്ച് പ്രാർത്ഥിക്കുവാൻ ആശിക്കുന്നുവോ അതിൽ നിന്ന് നമ്മുടെ ചിന്തയെ പതറിച്ച് കളയുന്ന അനേക വേറെ ചിന്തകൾ പിശാച് കൊണ്ടുവന്ന് നമ്മുടെ പ്രാർത്ഥനയെ ഫലമില്ലാത്തതാക്കി തീർക്കുന്നു. ഏകാഗ്രത നഷ്ടപ്പെടുത്തുക.
നമ്മുടെ ഏകാഗ്രത പ്രാർത്ഥനാ വിഷയത്തോടുള്ള ബന്ധത്തിൽ നാം ഏകാഗ്രത ഹൃദയത്തോടു കൂടിയിരിക്കണം. ആ ഹൃദയ ഏകാഗ്രത നഷ്ടപ്പെടുത്തുക എന്നുള്ളത് പിശാചിന്റെ ഒരു വലിയ തന്ത്രമാണ്. അത് നാം മനസ്സിലാക്കണം. അത് ദുഷ്ടന്റെ ഒരു സാധാരണ ചെറിയ ഉപകരണമാണ് ഏകാഗ്രത നഷ്ടപ്പെടുത്തുക. അത് പ്രാർത്ഥനയ്ക്ക് മാത്രമല്ല, നാം ആരാധനായോഗത്തിന് എന്നിരുന്ന് ആരാധിക്കുമ്പോഴും നമ്മുടെ ഏകാഗ്രത നഷ്ടപ്പെടുത്തി കളയാൻ പിശാച് വളരെ തന്ത്രങ്ങൾ അവിടെ ഉപയോഗിക്കുന്നുണ്ട്. പെട്ടെന്ന് നമ്മുടെ ചിന്തയെ പതറിച്ച് കളയും. നാം കർത്താവിന്റെ കഷ്ടാനുഭവങ്ങളെ ധ്യാനിക്കുന്ന ആ സമയത്ത് പോലും പിശാച് നമ്മുടെ ഏകാഗ്രതയെ ചിതറിച്ച് കളയുവാൻ ശ്രമിക്കും. അവിടെ നമുക്ക് ജയം ആവശ്യമുണ്ട്. അത് സങ്കീർത്തനക്കാരൻ 55-ാം സങ്കീർത്തനത്തിലെ 16-17 വാക്യങ്ങളിൽ വായിക്കുമ്പോൾ അവിടെ വിജയകരമായിട്ട് എങ്ങനെ ഏകാഗ്രതയെ നിലനിർത്താം എന്ന് പറയുന്നുണ്ട്. നാം പ്രാർത്ഥിക്കുമ്പോൾ എങ്ങനെ പ്രാർത്ഥിക്കണം? വിളിച്ചപേക്ഷിക്കുക എന്ന പദമാണ് അവിടെ വായിക്കുന്നത്. സങ്കീർത്തനം 55-ന്റെ 16-17 വാക്യങ്ങൾ വായിക്കുമ്പോൾ മൗന പ്രാർത്ഥനയല്ല, വിളിച്ചപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ഉറക്കെ പ്രാർത്ഥിക്കണം. നമ്മളെ ഏകാഗ്രത നഷ്ടപ്പെടുത്താൻ നമ്മുടെ മൗന പ്രാർത്ഥനയിലെ പിശാചിന് വളരെ എളുപ്പമാണ്. അതേസമയം നാം വാ തുറന്ന് ഉറക്കെ പ്രാർത്ഥിക്കുമ്പോൾ പിശാചിന് അവിടെ തോൽവിയാണ് സംഭവിക്കുക. വിളിച്ചപേക്ഷിക്കുക എന്ന് പറഞ്ഞ ഉറക്കെ ശബ്ദത്തിൽ പ്രാർത്ഥിക്കുക എന്ന് തന്നെയാണ്. അപ്പൊ അത് ഈ ചിന്ത പതറിക്കുക എന്നുള്ള ആയുധത്തിനെതിരെ ഉപയോഗിക്കാവുന്ന നല്ല ഒരു പ്രതിരോധമാണ് ഉറക്കെ പ്രാർത്ഥിക്കുക. മൂന്നാമത്, മനസ്സിനെ അസ്വസ്ഥമാക്കുക. അത് പിശാചിന്റെ വേറൊരു തന്ത്രമാണ്. മനസ്സിനെ അസ്വസ്ഥമാക്കുക. എന്തെങ്കിലും ചിന്തകൾ കൊണ്ടുവന്ന് നമ്മുടെ മനസ്സിനെ അസ്വസ്ഥമാക്കും. നാം പ്രാർത്ഥിക്കുന്ന വിഷയത്തോടുള്ള ബന്ധത്തിൽ തന്നെ പിശാചിന് അത് ചെയ്യാനുണ്ട്. സംശയ വിചാരങ്ങൾ കൊണ്ടുവന്നിട്ടോ എങ്ങനെയെങ്കിലും നമ്മുടെ മനസ്സിനെ അസ്വസ്ഥമാക്കും. അങ്ങനെ അസ്വസ്ഥമായ മനസ്സുമായിട്ട് സ്വസ്ഥതയില്ലാതെ കണ്ടിരുന്ന് നാം പ്രാർത്ഥിക്കുമ്പോൾ അത് പിശാച് ജയിക്കുന്ന സന്ദർഭമാണ്. എന്നാൽ അതിൻ്റെ മേൽ നമുക്ക് ജയം ലഭിക്കേണ്ടത് ആവശ്യമാണ്. അപ്പോ പാപം, അവിശ്വാസം, ഇങ്ങനെ എന്തെങ്കിലും നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരും. അവിടെ അവനെ ജയിക്കുവാൻ 42-ാം സങ്കീർത്തനത്തിന്റെ 11-ാം വാക്യത്തിലും 55-ാം സങ്കീർത്തനത്തിന്റെ 22-ാം വാക്യത്തിലും രണ്ട് കാര്യങ്ങളാണ് പറയുന്നത്. 55-ാം സങ്കീർത്തനത്തിന്റെ 22-ാം വാക്യത്തില് എന്ത് ചെയ്യണം? 55 സങ്കീർത്തനം 22-ാം വാക്യം, നിന്റെ ഭാരം അവൻ നിന്നെ പുലർത്തും. അത് ഭാരപ്പെടുത്തുവാണ്. സ്വസ്ഥത കളയാൻ വേണ്ടി പിശാച് നമ്മുടെ ഹൃദയത്തെ ഭാരപ്പെടുത്തുമ്പോൾ നമ്മളെ പ്രാർത്ഥനയ്ക്ക് വിഘ്നം വരുന്നു, ഏകാഗ്രത നഷ്ടപ്പെടുന്നു, അസ്വസ്ഥമാക്കുന്നു. 42-ന്റെ 11 എന്താ വായിക്കുന്നത്? നീ വിഷാദിച്ച് ഉള്ളിൽ ഞെരങ്ങുന്നത് എന്ത്? ദൈവത്തിൽ പ്രത്യാശ വെക്കുക. അവൻ എന്റെ മുഖപ്രകാശവും എന്റെ ദൈവവുമാവുന്നു. എന്നിങ്ങനെ ഞാൻ ഇനിയും അവനെ സ്തുതിക്കും. അങ്ങനെ നാം ചെയ്യുമ്പോൾ പിശാചിന്റെ ഈ ആയുധത്തിന്റെ മൊന ഒടിയും. നമ്മളെ പ്രാർത്ഥന വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകുവാൻ നമ്മെ സഹായിക്കും. അടുത്തത്, നമുക്ക് തിരക്കുണ്ടാക്കുക. സമയമില്ല. നമ്മളെ സമയം ഇല്ലെന്ന് പറഞ്ഞ് നമ്മളെ പ്രാർത്ഥനയ്ക്ക് സമയം വെട്ടിച്ചുരുക്കാനായിട്ട് ഇടയാക്കുന്നു. വളരെ ധൃതി പിടിച്ച് നാം പ്രാർത്ഥിക്കുന്നു. അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കും? അവിടെ പിശാച് ജയിക്കുവാണ്. സഭാപ്രസംഗി 8-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തില് ഒരു പ്രത്യേക വിഷയം ഇതിനോടുള്ള ബന്ധത്തിൽ പറയുന്നുണ്ട്. സഭാപ്രസംഗി 8-3.
നീ അവന്റെ സന്നിധി വിട്ടുപോകുവാൻ ബന്ധപ്പെടരുത്. അവന്റെ സന്നിധി വിട്ടുപോകുവാൻ ബന്ധപ്പെടരുത്. പ്രാർത്ഥിക്കാൻ വന്നിരിക്കുമ്പോഴ് അപ്പോഴേക്കും പല കാര്യങ്ങളും നമ്മുടെ മനസ്സിലേക്ക് ഒരുപാട് അടപ്പത്ത് വെച്ചത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത്, അല്ലെങ്കിൽ ഏതെങ്കിലും കാര്യം ഇത് കഴിഞ്ഞ ഉടനെ പോകേണ്ടത്, അങ്ങനെയുള്ള പല വിഷയങ്ങൾ നമ്മളെ ഹൃദയത്തിലേക്ക് വന്നിട്ട് നാം ദൈവസന്നിധി വിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ എണീറ്റ് പോകും. അപ്പോൾ പ്രാർത്ഥിച്ച വിഷയത്തിന്മേൽ പിശാചി ജയിച്ചു. നാം ധൃതി പിടിച്ചു പ്രാർത്ഥിച്ചു പോകുന്നത്. ആ ഉദ്ദേശിച്ച അത്രയും സമയമെടുത്ത് ദൈവസന്നിധിയിലെ ആ സാന്നിധ്യ ബോധം അനുഭവിക്കേണ്ടതിന് പകരം നാം അത് ഇട്ടേച്ചു പോകുന്ന ഒരവസ്ഥ, പകുതിയാക്കി നിർത്തി പോകുന്ന ഒരവസ്ഥ പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അത് സാത്താന്റെ വലിയൊരു ആയുധമാണ്. സമയമില്ല, തിരക്ക് കൂട്ടുക, ബന്ധപ്പാടോടുകൂടി പ്രാർത്ഥിക്കുക. ഇരുന്ന് പ്രാർത്ഥിക്കേണ്ട വിഷയങ്ങൾ ഒത്തിരി ഉണ്ടെങ്കിലും അതിനെ പിശാച് സമ്മതിക്കില്ല. അപ്പൊ അതുകൊണ്ട് അത് പ്രത്യേകമായി നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം. നാം ദൈവത്തിന്റെ സന്നിധിയിൽ വന്ന് ഇരുന്നിട്ട് തിരക്ക് പിടിച്ചു പോകുവാനല്ല, വന്ന് പ്രാർത്ഥിക്കാൻ വെച്ചതായ വിഷയങ്ങൾ പ്രാർത്ഥിച്ചിട്ട് പോകുവാനുള്ള ഒരു ഭാരം, ഒരാവശ്യം നമ്മളെ ഹൃദയത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. യഹോവയുടെ സന്നിധി വിട്ടു പോകുവാൻ തിരക്കുണ്ടാക്കുന്നത് സാത്താന്റെ വലിയൊരായുധമാണ്. അവിടെ ഏകാഗ്രത നഷ്ടപ്പെടും. അത് മാത്രമല്ല, യെശയ്യാവ് 55-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിലും 6-ാം വാക്യത്തിലും പ്രാർത്ഥനയ്ക്കുണ്ടാകുന്ന മറ്റ് ചില വിഘ്നങ്ങളെ കുറിച്ച് പറയുവാണ്. 55-ന്റെ 2. അപ്പമല്ലാത്തതിന് ദ്രവ്യവും തൃപ്തി വരുത്താതിന് നിങ്ങളുടെ പ്രയത്നഫലവും ചെലവിടുന്നതെന്തിന്? എന്റെ വാക്ക് ശ്രദ്ധിച്ചു കേട്ട് നന്മ അനുഭവിപ്പീൻ. പുഷ്ടഭോജനം കഴിച്ച് മോദിച്ച് കൊള്ളുവീൻ. 6-ാം വാക്യം, യഹോവയെ കണ്ടെത്താകുന്ന സമയത്ത് അവനെ അന്വേഷിപ്പീൻ, അവൻ അടുത്തിരിക്കുമ്പോൾ അവനെ വിളിച്ചപേക്ഷിക്കാം. നാം യഹോവയെ കണ്ടെത്താകുന്ന സമയമായിട്ട് പ്രാർത്ഥന സമയം വേർതിരിച്ച് അവന്റെ സന്നിധിയിൽ ഇരിക്കുമ്പോൾ അവിടുന്ന് ബന്ധപ്പെട്ട് എണീറ്റ് പോകത്തക്കവണ്ണം ഒരവസരം ഉണ്ടാക്കുക എന്നുള്ളത് പിശാചിന്റെ ഒരു വലിയ ആയുധമാണ്. നാം പ്രാർത്ഥിക്കുന്നത് അവന് ഇഷ്ടമല്ല. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ എന്തുവാ? ഒരു വിശ്വാസി അല്ലെങ്കിൽ ഒരു ദൈവകുഞ്ഞ് തന്റെ പിതാവിനോട് കൂടെ സമയം ചെലവഴിക്കുന്നതായ സമയമാണ്. ആ സമയം എത്രയെങ്കിലും വേഗം കട്ട് ചെയ്ത് പോകണം എന്നുള്ളതാണ് പിശാച് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് അവന്റെ ഈ ആഗ്രഹം നടപ്പാക്കുവാൻ പാടുള്ളതല്ല. അത് നാം തിരിച്ചറിയണം. നാം തീരുമാനിച്ച അത്രയും സമയം മുഴുവൻ അവന്റെ സന്നിധിയിൽ ഇരുന്ന് നാം കാര്യങ്ങൾ പിതാവിനോട് സംസാരിക്കണം. നാം ശാരീരികമായി നോക്കുമ്പോൾ പ്രായം കൂടുതലുള്ള ആളുകളായിട്ട് തോന്നാം. എന്നാൽ നമ്മുടെ പിതാവിന്റെ സന്നിധിയിലെ നമ്മൾ ആരാ? കുഞ്ഞുങ്ങളാ. യോഹന്നാൻ ലേഖനത്തിലും അതെ, അതുപോലെ സുവിശേഷം, യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായത്തില് കർത്താവ് വിളിച്ച വിളി യോഹന്നാൻ ലേഖനത്തിൽ ആവർത്തിച്ച് പറയുവാണ്, കുഞ്ഞുങ്ങളെ. നമ്മൾ ദൈവസന്നിധിയിൽ വരുമ്പോൾ വലിയവരായിട്ട് ചെല്ലണ്ട. നമ്മളെ പിതാവിന്റെ സന്നിധിയിൽ നമ്മൾ ആരാ? കുഞ്ഞുങ്ങളാ. നമ്മുടെ ശബ്ദം കേൾപ്പാൻ നമ്മളെ പിതാവ് എത്രയും ആ വാഞ്ചയോടെ കാത്തിരിക്കുന്നു. അതുകൊണ്ട് ആ സമയം നഷ്ടപ്പെടുത്തി ബന്ധപ്പാട് തന്ന് ലോകകാര്യങ്ങൾക്കായിട്ട് നാം എഴുന്നേറ്റ് പോകുമ്പോൾ അവിടെ പിശാച് നമ്മളെ പ്രാർത്ഥനയിന്മേൽ ജയം കൊള്ളുക. അതിന് അവനെ അനുവദിക്കരുത്. നാം കർത്താവിന്റെ സന്നിധിയിൽ ചെലവഴിക്കുന്ന സമയം അവനെ കണ്ടെത്താകുന്ന സമയമാണ്. പ്രാർത്ഥനയുടെ സമയം അവനെ കണ്ടെത്താകുന്ന സമയമാണ്. ആ സമയം കർത്താവിനോടുകൂടെ ചേർന്നിരിപ്പാൻ കർത്താവ് നമുക്ക് കൃപ നൽകട്ടെ. അടുത്ത പോയിന്റ് പറയുന്നത് നിരാശ വരുത്തുക. പ്രാർത്ഥിക്കുന്ന വിഷയത്തിന് നമ്മൾ ഉദ്ദേശിക്കുന്ന സമയത്ത് അതിന്റെ മറുപടി കിട്ടിയില്ലെങ്കിൽ പിന്നെ നമുക്ക് എന്തുണ്ടാവും?
നിരാശയെ. നമ്മുടെ സമയത്ത് മറുപടി കിട്ടണം, അതാണ് നമ്മുടെ താല്പര്യം. പക്ഷേ നമ്മളെ പിതാവിനറിയാം നാം പ്രാർത്ഥിച്ച വിഷയം തരേണ്ട സമയം എപ്പോഴാണ്. ആ സമയത്ത് മാത്രമേ പിതാവ് നമുക്ക് അത് അനുവദിച്ച് തരികയുള്ളൂ. എന്നാൽ സാത്താൻ അതൊരു ആയുധമായിട്ടെടുക്കും. എന്ത്? നിരാശ. പ്രാർത്ഥിക്കുന്നവന്റെ ഉള്ളിലെ ഒരു നിരാശ വന്നാൽ അവൻ അത് ജയമായിട്ട് കണക്കാക്കും. അതുകൊണ്ട് അവനോട് എതിർത്ത് നിൽക്കേണ്ടത് വളരെ ആവശ്യമാണ്. നിരാശ വരാൻ പാടില്ല. അങ്ങനെ നമുക്ക് നിരാശ വരുമ്പോൾ മടുപ്പുണ്ടാവും. എബ്രായ ലേഖനം മടുപ്പ് ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യണമെന്ന് നമ്മളെ പ്രബോധിപ്പിക്കുന്നുണ്ട്. എബ്രായ ലേഖനം 12-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കാതിരിപ്പാൻ ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചു കൊള്ളുക. അപ്പൊ നമ്മുടെ ഹൃദയത്തിലെ നിരാശ വരുമ്പോൾ നാം കർത്താവിനെ ധ്യാനിക്കണം. കർത്താവ് പ്രാർത്ഥിച്ചത്, ഗത്സമന തോട്ടത്തിൽ പ്രാർത്ഥിച്ചത് നമുക്കറിയാമല്ലോ. തന്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഈ പാനപാത്രം ഒന്ന് നീങ്ങിപ്പോകണമെന്ന് ആഗ്രഹിച്ചാണ് പ്രാർത്ഥിച്ചത്. പക്ഷെ അവിടെ മറുപടി കിട്ടിയത് എന്താ? ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ പ്രാർത്ഥിച്ചിട്ടും ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിച്ചു എന്ന് എബ്രായ ലേഖനകാരൻ പറയുമ്പോൾ അവന് കിട്ടിയതായ ഉത്തരം പിതാവിന്റെ ഹിതം അവന് നിറവേറുക എന്നുള്ള സത്യമാണ്. ആ ദൈവഹിതം പുത്രനായ ദൈവം ഏറ്റെടുത്തു. കാരണം എന്താ? എന്നെയും നിങ്ങളെയും ഓർത്തിട്ടാണ്. നമ്മെ ഓരോരുത്തരെയും വരാൻ പോകുന്നതായ അഗ്നി നരകത്തിന്റെ അവസ്ഥ ആലോചിച്ച് നോക്കണം. നമുക്ക് ഇപ്പൊ ഈ കേരളത്തിലെ കാലാവസ്ഥ സഹിക്കാൻ ഭയങ്കര പാടാണ്. ഞാനും മറ്റു മുറിയിൽ ഫാൻ ഇട്ടിരുന്നിട്ട് പറ്റുന്നില്ല. ഞാനിവിടെ വന്ന് AC ഇട്ട് ഈ മുറി വന്നിരിക്കുക, ബെഡ്റൂമിൽ. കാരണം എന്താ? ചൂട് സഹിക്കാൻ പറ്റുന്നില്ല. വല്ലാത്ത വിമിഷ്ടാണ്. ഞാനപ്പോൾ ഓർക്കുന്നത്, ഇവിടെയാണെങ്കിൽ നമുക്ക് ഇച്ചിരി വെള്ളം എടുത്ത് കുടിക്കാം, അല്ലെങ്കിൽ മുഖം ഒന്ന് കഴുകാം, അല്ലെങ്കിൽ ഒന്ന് കുടിക്കാം. എന്തെല്ലാം ഉപാധികളുണ്ട്. നരകത്തിൽ ചെന്നാലത്തെ സ്ഥിതി എന്താ? അവിടുത്തെ ചൂട് ആരാ ഒരു തുള്ളി വെള്ളം തരിക? അവിടുത്തെ ഒരു സ്ഥിതി ആലോചിക്കുമ്പോൾ നമ്മളെ കർത്താവ് അത് ചിന്തിച്ചിട്ടാണ് നമ്മൾക്ക് വേണ്ടി ആ ദൈവകോപാഗ്നി മുഴുവനും ഏറ്റെടുത്തത്. ദൈവക്രോധത്തിന്റെ പാനപാത്രം, ആ പാനപാത്രം കർത്താവ് കുടിച്ചത് കൊണ്ട് നമുക്ക് നരകത്തിലേക്ക് പോകേണ്ട ആവശ്യമില്ല. പിതാവിന്റെ സ്നേഹം എത്ര വലുതാണ്! പുത്രനേക്കാൾ അധികമായിട്ടെന്ന് വേണം പറയാൻ നമ്മളെ സ്നേഹിച്ചത്. പുത്രനെ മറുവിലയായി കൊടുത്തുകൊണ്ട് നമ്മെ സ്നേഹിച്ച പിതാവിന്റെ സ്നേഹം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അവന്റെ സന്നിധിയിൽ നിന്ന് നിരാശപ്പെട്ടു പോകുവാൻ ഒരിക്കലും നമുക്ക് ഇടയാകുകയില്ല. അവിടെ ശരീരക്ഷീണം, വേദനകള്, പലതരം ദുഃഖങ്ങള്, തോൽവികള്, ഇതൊക്കെ നമ്മുടെ ഈ ഭൗമിക ജീവിതത്തില്, ആത്മീയ ജീവിതത്തിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എന്നാൽ അതിലൊന്നും താണു വീണു പോകുവാൻ ഇടയാകാതെ നാം എന്ത് ചെയ്യണം? നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ട സ്ഥിരതയോടെ ഓടുവാൻ നമുക്ക് വേണ്ടി കഷ്ട സഹിച്ചവനെ നാം ധ്യാനിക്കുക. അപ്പോൾ നമുക്ക് പ്രാർത്ഥന നിർത്തിയിട്ട് നിരാശപ്പെട്ടു പോകുവാനായിട്ട് ഇടയാകുകയില്ല. ഇത്രയേറെ എന്നെ സ്നേഹിച്ചെങ്കിൽ എനിക്ക് വേണ്ടി ഈ നിസാര ഭൗമിക വിഷയങ്ങളോ ആത്മീക വിഷയങ്ങളോ എന്തു തന്നെയായിരുന്നാലും നമ്മൾ ചോദിക്കുന്നത് തരാതിരിക്കാൻ കർത്താവിന് കഴിയില്ല. കാരണം അവ അത്രയ്ക്കധികം നമ്മളെ സ്നേഹിക്കുന്നു. അത്രയ്ക്കധികം അവൻ നമ്മളെ സ്നേഹിച്ചു. ഇതിൽ കൂടുതലായിട്ട് ദൈവത്തിന് ഒന്നും ചെലവ് ചെയ്യാനില്ല നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി. നമ്മളോടുള്ള സ്നേഹം പ്രകടിപ്പിക്കാൻ ഇനി എന്തെങ്കിലും ഒന്ന് മാറി ഇച്ചിരി കൂടുതലായിട്ട് എന്തെങ്കിലും തരാനില്ല. സ്വന്തം പുത്രനെ ആദരിയാതെ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സകലവും നൽകാതിരിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനയിൽ ഒരു കാരണവശാലും നമ്മള് നിരാശപ്പെടുവാനോ അധൈര്യപ്പെടുവാനോ പാടുള്ളതല്ല. യെശയ്യാവിന്റെ പുസ്തകം 35-ന്റെ 3-4 വാക്യം വായിക്കാം. യെശയ്യാവ് 35-ന്റെ 3-4.
തളർന്ന കൈകളെ ബലപ്പെടുത്തുവീൻ. ആ കുഴഞ്ഞ മുഴങ്കാലുകളെ ഉറപ്പിപ്പീൻ. മനോഭീതിയുള്ളവരോട് ധൈര്യപ്പെടുവീൻ, ഭയപ്പെടേണ്ട. ഇതാ നിങ്ങളുടെ ദൈവം. പ്രതികാരവും ദൈവത്തിന്റെ പ്രതിഫലവും വരുന്നു. അവൻ വന്ന് നിങ്ങളെ രക്ഷിക്കും. അതെ, മതി. അപ്പൊ നമ്മൾ ചിന്തിക്കുന്ന ഈ വിഷയം എന്ന് പറയുന്നത്, തളർന്ന കൈകളുള്ളവരായിട്ട് മനസ്സുള്ളവരായിട്ട് നാം തീരുവാൻ പാടില്ല. നമുക്ക് വേണ്ടി ഒരുത്തൻ തളർന്നു, അവൻ തളർന്നു വീണു. അവന്റെ രക്തം നിലത്ത് വീഴുന്ന ചോരത്തുള്ളി പോലെയായി വിയർപ്പ്. അവന്റെ വിയർപ്പ് നിലത്ത് വീഴുന്ന ചോരത്തുള്ളി പോലെയായി. അവൻ തളർന്നതുപോലെ ആരും ലോകത്തിൽ തളർന്നിട്ടില്ല. കാരണം അവൻ വഹിച്ചത് വലിയൊരു ഭാരമായിരുന്നു. സർവലോകത്തിന്റെയും പാപത്തിന്റെ ശിക്ഷ അവൻ വഹിച്ചപ്പോൾ അവൻ തളർന്നതുപോലെ ഇന്ന് ഒരുത്തരും ഈ ലോകത്തിൽ ഒരു മനുഷ്യരും തളർന്നിട്ടില്ല. അതുകൊണ്ട് നമുക്ക് ധൈര്യപ്പെടുവാൻ, കാലുകളെ ഉറപ്പിക്കുവാൻ നമുക്ക് അവകാശമുണ്ട്. നമുക്ക് അതിനുള്ളതായ ശക്തി, കൃപ അവൻ തരും. കാരണം നാം അവന്റെ കുഞ്ഞുങ്ങളാണ്. ഒരിക്കലും നമ്മള് വലിയവരാണെന്ന് ചിന്തിക്കുവാൻ കഴിയുകയില്ല. നമ്മളെ പിതാവ് നമ്മളെ സ്നേഹിക്കുന്നത് കുഞ്ഞുങ്ങളെ എന്ന പോലെ തന്നെയാണ്. ഇന്നും അവന് നമ്മൾ കുഞ്ഞുങ്ങളാണ്. ആ ഒരു മനോഭാവത്തോടു കൂടെ നാം അവന്റെ സന്നിധിയിലേക്ക് ചെല്ലുമ്പോൾ, യോഹന്നാൻ കർത്താവിന്റെ നെഞ്ചോട് ചാരി ഇരുന്നത് പോലെ നമുക്ക് അവന്റെ നെഞ്ചോട് ചാരി ഇരിക്കുവാനായിട്ട് സാധിക്കും. അത്രയേറെയാണ് അവൻ നമ്മെ സ്നേഹിക്കുന്നത്. കുട്ടികള് വഴക്കുണ്ടാക്കും. എന്തിനാ? മമ്മിയുടെ മടിയിൽ ഞാനായിരിക്കണം. അപ്പൊ അതിന്റെ താഴെയുള്ള കൊച്ചുണ്ടെങ്കിൽ അത് വഴക്കുണ്ടാക്കും, ഇറങ്ങടാ ഞാൻ കയറട്ടെ, എനിക്കാ മമ്മിയോട് അധിക സ്നേഹം. ഈ വിധത്തില് നാം ഓരോരുത്തരും കർത്താവിന്റെ സന്നിധിയിൽ ചെല്ലുമ്പോൾ, എന്നോടാണ് പിതാവിന് കൂടുതൽ സ്നേഹം, എന്നെയാണ് സ്നേഹിക്കുന്നത്, എനിക്ക് വേണ്ടിയിട്ടാണ് അവൻ മരിച്ചത്, ജനിച്ചത്, ജീവിച്ചത്, ഉയർത്തെഴുന്നേറ്റത് എന്ന് ഏറ്റുപറഞ്ഞും കൊണ്ട് പ്രാർത്ഥനയിൽ അവന്റെ അടുക്കൽ ചെല്ലുമ്പോൾ നമുക്കൊരിക്കലും തളരുവാൻ കഴിയുകയില്ല. അവൻ നമ്മെ ശക്തീകരിക്കുന്ന കർത്താവാണ്. അവൻ ജയം നൽകുന്ന കർത്താവാണ്. സാത്താൻ ഓരോ ഉപായങ്ങൾ കൊണ്ടുവന്ന് നമ്മുടെ പ്രാർത്ഥനകളെ ശരിയാവണ്ണം നിർവഹിപ്പാൻ കഴിയാതെ വണ്ണം നമ്മളെ തളർത്തി കളയുന്നു, നിരാശപ്പെടുത്തുന്നു. അടുത്ത ആയുധം അവൻ തന്ത്രപൂർവമായിട്ട് ഉപയോഗിക്കുന്നത് ഉദാസീനതയാണ്. പ്രാർത്ഥിക്കാതിരിക്കുമ്പോൾ നമുക്ക് ഉദാസീനത ഉണ്ട്. ഉറക്കം, മയക്കം, ക്ഷീണം. പ്രാർത്ഥിക്കാനായിട്ട് നമ്മൾ ഇരിക്കുമ്പം ഇല്ലാത്ത എല്ലാ പ്രതിസന്ധികളും ഓരോ മനുഷ്യരായിട്ടും വരും. 6 മണിക്ക് സൂം തുടങ്ങേണ്ടതിന് 5:45 ചേട്ടനും ഡെയ്സിമോളും കൂടെ കയറി വന്നു. അതിൻ്റെ ഇടയ്ക്ക് ഇളയ മകൻ അമേരിക്കയിൽ നിന്ന് വിളിച്ചു. എപ്പോഴാ? പ്രാർത്ഥനയെ കുറിച്ച് ഉള്ള ഈ ചിന്തകളെല്ലാം ഒരുക്കി ഇരിക്കുമ്പോഴാണ് അതിന് തടസ്സമായിട്ട് ഒഴിവാക്കാൻ പാടില്ലാത്ത തരത്തിലുള്ള ഓരോ പ്രശ്നങ്ങള് കടന്നു വരുന്നത്. അപ്പോൾ നമ്മുടെ ചിന്ത പതറിപ്പോകുവാനും നമ്മുടെ ഏകാഗ്രത നഷ്ടപ്പെടുവാനും ഇടയാകും. എന്നാൽ ഉദാസീനതയുടെ ആവശ്യമില്ല. ഇത് സാത്താൻ കൊണ്ടുവരുന്നതാണ്. അവരെയൊക്കെ പറഞ്ഞ് ഒഴിവാക്കി വിട്ടിട്ട് നമുക്ക് ദൈവസന്നിധിയിൽ ഇരിക്കാൻ കഴിയും. ഏത്? ഉദാസീനത കൊണ്ടുവരുന്ന സാത്താന്റെ തന്ത്രങ്ങൾ. ആ തന്ത്രങ്ങളെ നമ്മൾ മനസ്സിലാക്കിയിട്ട് അവനോട് എതിർത്ത് നിന്ന് പ്രാർത്ഥിച്ച് ജയമെടുക്കേണ്ടതാണ്. ദൈവവചനം നമ്മളോട് പറയുന്നത്, ചോദിപ്പീൻ നൽകും, അന്വേഷിപ്പീൻ കണ്ടെത്തും, മുട്ടുവീൻ തുറക്കപ്പെടും. പ്രശ്നം പരിഹരിപ്പാൻ പറയുന്ന കർത്താവിനോട് ഉള്ള മുഴുവൻ തുറന്നു പറയുക. നമുക്കും കർത്താവിനും ഇടയിൽ ഒരു മറ ആവശ്യമില്ല. മറയില്ലാതെ
എല്ലാ കാര്യങ്ങളും കർത്താവിന് അറിയാം. എന്നാൽ പോലും അറിയാൻ പാടില്ലാഞ്ഞിട്ടല്ല, നമ്മെക്കുറിച്ച് നമ്മുടെ എല്ലാ കാര്യങ്ങളും കർത്താവിന് അറിയാം. നമ്മുടെ ഹൃദയത്തിലെ വിചാരങ്ങളും കർത്താവ് അറിയുന്നു. നമ്മുടെ വഴികളൊക്കെ അവന് തെളിവായി അറിയാം. 139 സംഗീതത്തെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. എന്നാൽ പോലും അവനൊന്നും അറിയാൻ മേലാത്തതുപോലെ നാം ചെന്ന് അവനോട് പറയുമ്പോൾ കർത്താവിനുള്ളതായ ഒരു സന്തോഷം, നമ്മൾ ചെന്ന് പറയുമ്പോൾ അത് കർത്താവിന്റെ സന്തോഷമാണ്. നമ്മൾ ചെന്നില്ലെങ്കിൽ അത് കർത്താവിന് ദുഃഖമാണ്. നാം എത്ര പ്രാവശ്യം അടുത്ത് ചെന്നാലും അത് അവന്റെ സന്തോഷമാണ്. അതിനായിട്ട് എപ്പോഴും തുറന്നിട്ടിരിക്കുന്ന ഒരു കൃപാസനം നമുക്ക് ഉണ്ട്. എപ്പം വേണമെങ്കിലും ചെല്ലാം. ആർക്കും ഒരു തടസ്സവും കൂടാതെ കടന്നു ചെല്ലുവാനായിട്ട് കഴിയും. എന്നാൽ അതിന് തടസ്സങ്ങൾ ഉണ്ടാക്കുന്ന അനേക വിഷയങ്ങളുണ്ട്. അത് വേറെ വിഷയമാണ്. ഇന്നത് എടുക്കുവാൻ ഉദ്ദേശിക്കുന്നില്ല. ഇന്ന് ഇവിടെ നിർത്തുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പ്രാർത്ഥിക്കുവാൻ സാധിക്കാതെ വണ്ണം പിശാച് കൊണ്ടുവരുന്ന തടസ്സങ്ങളെ കുറിച്ചാണ് ഞാനിവിടെ ഇപ്പോൾ ചിന്തിച്ചത്. അപ്പോൾ ഇടവിടാതെ പ്രാർത്ഥിക്കുവാൻ സാധിക്കുന്നില്ലല്ലോ എന്ന് ചിന്തിക്കാനായിട്ട് പലപ്പോഴും നമുക്ക് ഇടയാകും. എന്നാൽ പോലും അതുപോലും അറിയാവുന്ന കർത്താവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നവനാണ്. വേണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് തക്ക സമയത്ത് നമുക്ക് വേണ്ട കൃപ തരുന്ന ദൈവ സാന്നിധ്യം, പരിശുദ്ധാത്മാവ് നമ്മിൽ ഇരുന്നു കൊണ്ട് നമ്മെ ശക്തീകരിക്കുന്നു, നമ്മെ പ്രാർത്ഥിക്കുവാൻ പഠിപ്പിക്കുന്നു. ഉദാസീനത ഒഴിവാക്കി കൃപാസനത്തിലേക്ക് ധാരാളമായി അടുത്തു ചെന്ന് സാത്താന്റെ തന്ത്രങ്ങളെ പൊളിച്ച് ദൈവനാമത്തെ മഹത്വപ്പെടുത്തുവാൻ, നമ്മുടെ ആവശ്യങ്ങൾ കർത്താവിനോട് പറയുവാൻ നമുക്ക് സാധിക്കട്ടെ. ഒന്ന്, അസ്ഥിരതയാണ് പ്രാർത്ഥനയ്ക്ക് തടസ്സം കൊണ്ടുവരുന്ന സാത്താന്റെ തന്ത്രം. രണ്ടാമത്, ചിന്ത പതർപ്പിക്കുകയാണ്. 3, മനസ്സിനെ അസ്വസ്ഥമാക്കുകയാണ്. 4, തിരക്ക് കൂട്ടുക, സമയമില്ല, ബന്ധപ്പാട്. 5, പൂർണ്ണമായിട്ടൊരു നിരാശ കൊണ്ടുവരുവാണ്, നിരാശ കൊണ്ടുവരിക. ഇനി 6ാമത് പറയുന്നത് ഉദാസീനത. 6 പോയിന്റുകളാണ് നമ്മൾ ചിന്തിച്ചത്. ഈ 6 കാര്യങ്ങളും ഒരിക്കൽ എങ്ങില്ലെങ്കിൽ മറ്റൊരിക്കൽ നമുക്കെല്ലാവരുടെയും ജീവിതത്തിൽ അനുഭവിച്ചിട്ടുള്ളതാണ്. പിശാച് ഭയങ്കര സമർത്ഥനായി കാര്യത്തിൽ. അവൻ വളരെ കൗശലത്തോടുകൂടെ ദൈവമക്കളുടെ പ്രാർത്ഥനയെ ചതറിച്ചു. ആരാധനയ്ക്കും ഇതേ സ്വഭാവങ്ങള് പിശാച് വിശ്വാസികളുടെ അടുക്കൽ ഇതേ ആയുധങ്ങൾ ഉപയോഗിക്കാറുണ്ട്. ദൈവവചന ശുശ്രൂഷ കേൾക്കുമ്പോഴും വചന ശുശ്രൂഷയ്ക്കായിട്ട് നമ്മൾ ഒരുങ്ങുമ്പോഴും പിശാച് നമ്മളെ ഈ തന്ത്രങ്ങൾ കൊണ്ട് നിരാശപ്പെടുത്തുവാൻ, മടുപ്പ് വരുത്തിക്കുവാൻ, ക്ഷീണിപ്പിക്കുവാൻ ശ്രമിക്കും. പക്ഷെ നാം എന്തുമാത്രം കർത്താവിനോട് അടുത്ത് ചെല്ലുന്നുവോ അത്രത്തോളം നമുക്ക് ജയമുണ്ട്. നമ്മുടെ ബലഹീനതയ്ക്ക് തുറന്നിൽക്കുന്ന ഒരു കർത്താവ് നമുക്കുണ്ട്. അവൻ നമ്മളോട് പറയുന്നത്, ധൈര്യപ്പെടുകയും ഞാനാകും. ധൈര്യപ്പെട്ട് ദൈവസന്നിധിയിൽ അടുത്ത് ചെന്ന് അവന്റെ സ്നേഹം കൂടുതലായിട്ട് ആസ്വദിക്കുവാൻ, അവന്റെ സാന്നിധ്യത്തിൽ ഇരുന്നു കൊണ്ട് അവനെ മഹത്വപ്പെടുത്തുവാൻ, ആരാധിക്കുവാൻ ദൈവം നമുക്ക് ധാരാളമായ കൃപ നൽകട്ടെ. ഈ വചനം നമ്മുടെ പ്രാർത്ഥനയ്ക്ക് സ്ഥിരതയോടുകൂടെ പ്രാർത്ഥിക്കുവാൻ നമ്മെ സഹായിക്കട്ടെ. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എനിക്കിങ്ങനെ ഒരു സമയം തന്നതിന് ഇതിന്റെ ഉത്തരവാദപ്പെട്ട അഡ്മിൻസിന് വേണ്ടി നന്ദി പറയുന്നു. ദൈവത്തിന്റെ മഹത്വം കൊടുക്കുന്നു. എല്ലാ സഹോദരിമാർക്കും ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും ദൈവനാമത്തിലുള്ള എൻ്റെ സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.